ഹായ്, ഇന്നത്തെ റെസിപ്പി കപ്പ ഫ്രൈ ആണേ. തലേ ദിവസം കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ വാങ്ങിച്ച കപ്പയായിരുന്നു. അതിലൊരു കഷ്ണം ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. ഒട്ടും കൊള്ളാത്ത കപ്പയായിരുന്നു. കപ്പ പുഴുക്കുണ്ടാക്കിയതിന് ശേഷം എന്താ പറയുക, പൊടിയില്ലാത്തൊരു കപ്പയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കരുതി ബാക്കിയുള്ള കഷ്ണം ചുമ്മാ കളയണ്ട, കപ്പ ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, കപ്പയുടെ തൊലി കളഞ്ഞ് കഴുകി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. കപ്പ ഫ്രൈ ചെയ്യുമ്പോൾ ഒട്ടും നനവ് പാടില്ല. ഒരു തോർത്ത് വെച്ചിട്ട് നനവൊക്കെ ഒപ്പിയെടുക്കുക കേട്ടോ. പിന്നെ ഞാനൊരു ഡവറയിൽ 1 ടേബിൾ സ്പൂണോളം ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു ഉപ്പ് വെള്ളം ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ ഇട്ട് കൊടുത്ത പാടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാവേ, അല്ലെങ്കിൽ അതിങ്ങനെ കൂടി നിൽക്കും, ഒട്ടി നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാനാണ്. മീഡിയം വേവായി കഴിഞ്ഞാൽ അതേ നമ്മുടെ നേരത്തെ കലക്കി വെച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഉപ്പ് ചേർക്കുമ്പോൾ എല്ലായിടത്തും ഉപ്പ് പിടിക്കും കേട്ടോ. 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അതേ നല്ല മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കത് വറുത്ത് കോരിയെടുക്കാം. ഇനി എരിവിനാവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി കപ്പ ഫ്രൈ ഇവിടെ റെഡിയാണ്. ഇനി അച്ഛനും എടുത്ത് നോക്കാം കേട്ടോ. അച്ഛാ, ഇതൊന്ന് കഴിച്ചു നോക്കി. കപ്പ വറുത്താണല്ലോ. കപ്പ വറുത്തത് കഴിച്ചു നോക്കി. നല്ല സ്വറയുണ്ടോ? കറുമുറു നല്ല മുരിഞ്ഞിരിക്കണം. നല്ല പൊട്ടുണ്ട്. ഇന്നലെ കൊണ്ടുവന്ന കപ്പല്ലേ, അത് ഒരു പൊടി ഇല്ലാത്തതായിരുന്നു. ഇങ്ങനെ പല ഉസാറുണ്ട്. നല്ല രുചിയുണ്ട്. രസമുണ്ടല്ലേ? അടിപൊളിയായേ. കണ്ടോ, കറുകൂറ് പൊട്ടുന്നുണ്ടോ?